ഹായ് ഓൾ, നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ LDC നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്കൊക്കെ എത്താറാവുന്ന ഈ ഒരു സമയത്ത് കുറേ ഉദ്യോഗാർത്ഥികളുണ്ട് ഇതിൻ്റെ സബ്ജക്റ്റിനെ, അതായത് സിലബസ് കുറച്ച് ഡൗട്ടുകളൊക്കെ ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കൂടെ നോക്കാം. അപ്പോൾ നോട്ടിഫിക്കേഷൻ മേ ബി ഈ ഒരു വീക്കിൽ എത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ദെൻ നമുക്ക് വെയിറ്റ് ചെയ്യാം നോട്ടിഫിക്കേഷനായിട്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒന്ന് സിലബസ് ഒന്ന് അനാലിസിസ് നടത്താം. വെൽക്കം ടു അഡ 24/7 മലയാളം ചാനൽ. സോ നമുക്ക് സിലബസ് അനാലിസിസ് എന്ന് പറയുമ്പോഴാണ് ഇത് നമ്മുടെ ട്രാവൻകൂർ ദേവസ്വം ബോർഡിൻ്റെ LDക്ക് ഉപയോഗിച്ച സിലബസാണ്. അപ്പം ആ ഒരു സിലബസ് ഞാൻ ഓൾറെഡി നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു അന്ന്. അതായത് അതിനകത്തിൽ GK ഉണ്ട്. അതായത് അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 7 പാർട്ടുകളാണ് സിലബസിനുണ്ടുള്ളത്. ഇത് GKയുടെ ഒരു ഭാഗമുണ്ട്, ഇംഗ്ലീഷുണ്ട്, മാത്സ് ഉണ്ട്, മലയാളമുണ്ട്, നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കുണ്ട്, ദെൻ കമ്പ്യൂട്ടറുണ്ട്. ഇങ്ങനെ ഇത്രയും ഭാഗങ്ങളായിട്ടാണ്, അതായത് നമുക്ക് ഇതിനുള്ള എക്സാമിനുള്ളത് 7 ഭാഗങ്ങളുണ്ട്. അപ്പോൾ 7 പാർട്ടിൽ നിന്നും എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? ആദ്യത്തെ പാർട്ട് പൊതുവിജ്ഞാനവും ആനുകാലികവും, അതായത് കറണ്ട് അഫേഴ്സ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം നടക്കുന്നതിന് 1 മാസം മുമ്പ് വരെയുള്ള കറണ്ട് അഫേഴ്സ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നവംബർ ലാസ്റ്റ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം മാർച്ച് 1 കൂടി തന്നെ എക്സാം പ്രതീക്ഷിക്കാം. അപ്പോൾ 2024 ഫുള്ള്, 2025 ജനുവരി ഫെബ്രുവരി മാസങ്ങളിലേക്ക് കറണ്ട് അഫേഴ്സ് വരെ, ജനുവരി വരെ നിങ്ങൾ കറണ്ട് അഫേഴ്സ് നോക്കുക. മാർച്ചിലാണെങ്കിൽ ഫെബ്രുവരി മിഡ് വരെയുള്ള കറണ്ട് അഫേഴ്സ് നോക്കിയിരിക്കണം. അതോടൊപ്പം നമ്മുടെ GKയിൽ നിന്നും ഇവർ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വൺ നമ്മുടെ കറണ്ട് അഫേഴ്സ് തന്നെയാണ്. പിന്നെ നമ്മുടെ ഗാന്ധിജിയും സമരങ്ങളും എന്ന് പറയുന്ന ഭാഗം നല്ല രീതിയിൽ തന്നിട്ടുണ്ട്. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹമായ ചമ്പാരം മുതൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെയുള്ള കാര്യങ്ങൾ ആ ഒരു ഭാഗത്ത് പഠിക്കാനുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ഗാന്ധിയൻ ദർശനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. സാമ്പത്തിക രംഗം, ബാങ്കുകളുമായി ബന്ധപ്പെട്ട ബാങ്ക് ദേശസാൽക്കരണമൊക്കെ അവിടെയാണ് വരുന്നത്. തൂലികാ നാമങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമീണ നഗര സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതുപോലെ ഭരണഘടന, അതേപോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ, ദെൻ നമ്മുടെ കമ്മീഷനുകൾ, യൂണിസെഫ്, അങ്ങനെ കുറേ കാര്യങ്ങൾ, ഫോറസ്റ്റ് നിയമങ്ങൾ, കേരള 1 കേരള മന്ത്രിസഭ, അതായത് കേരള ചരിത്രം, ഇങ്ങനെ കുറേ ഭാഗങ്ങൾ പാർട്ട് 1 വരുന്നുണ്ട്. പക്ഷേ 30 മാർക്കേ ഉള്ളൂ. അപ്പോൾ ഇതിൽ കുറേ പുതിയതായിട്ട് പഠിക്കുന്ന ഭാഗങ്ങൾ തൽക്കാലം നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് നമ്മുടെ ഹിസ്റ്ററിയും അതുപോലെ ജോഗ്രഫി വരുന്നുണ്ട്. ജോഗ്രഫി, കോൺസ്റ്റിറ്റ്യൂഷൻ, കറണ്ട് അഫേഴ്സ്, ഈ 4 ഭാഗങ്ങൾ ഇവിടെ നിന്ന് മെയിനായിട്ട് പഠിക്കുക. ബാക്കി സബായിട്ട് വരുന്ന ഏരിയാസിൽ നിന്നൊന്നും അധികം ചോദ്യങ്ങൾ ചോദിച്ചു കണ്ടിട്ടില്ല. രണ്ടാമത്തെ പാർട്ട് മാത്സ് ആണ്. മാത്സ് 1 നമ്മൾ പഠിക്കുന്നത് റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ, നമ്മൾ PSCക്ക് പഠിക്കുന്നത് തന്നെയാണ്. അംശവും അനുപാതവും ഉണ്ട്. 2 അളവുകളുടെ അംശബന്ധം, 3 അളവുകളുടെ അംശബന്ധം, നേരനുപാതം, വിപരീത അനുപാതം, ഇതും നമ്മൾ PSCയുമായി ബന്ധം. പിന്നെ ശ്രേണികൾ APയും GPയും അതുണ്ട്. സാധാരണ പലിശ, കൂട്ടുപലിശ, ശതമാനം, ലാഭം, നഷ്ടം, പിന്നെ ജാമിതീയ രൂപങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ പരപ്പളവ്, വ്യാപ്തം, വൃത്തം, ത്രികോണം, സമയവും ദൂരവും, ദിശാബോധം, കലണ്ടർ, അക്ഷരക്രമങ്ങൾ, പ്രോബബിലിറ്റി, ഇത്രയും ഭാഗങ്ങൾ നമ്മൾ മാത്സിനകത്ത് നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. പാർട്ട് 3 ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ വൊക്കാബ്സ് പഠിക്കണേ. അതിൽ സിനോണിംസ്, ആൻറ്റോണിംസ്, പിന്നെ അതുപോലെ തന്നെ 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ടെൻസുകൾ പഠിക്കണം. ഗ്രാമറിൽ കോൺകേർഡ് ഉണ്ട്. ട്രാൻസ്ഫോർമേഷൻ ഓഫ് ടെൻസസ്, സെൻറ്റൻസസ് ഉണ്ട്. പ്രിപ്പോസിഷൻ ഉണ്ട്. പാസീവ് ആക്റ്റീവ് ഉണ്ട്. ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്, ആർട്ടിക്കിൾസ്, ക്വസ്റ്റ്യൻ ടാഗ്, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ, ആഡ്ജക്റ്റീവ്സ്, കോമൺലി യൂസ്ഡ് ഫ്രൈസൽ വെർബ്സും ഒക്കെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ നിന്ന് പഠിക്കുന്നത്. പിന്നെ മലയാളം ഇതൊക്കെ നമ്മൾ PSCക്ക് പഠിക്കുന്നത് തന്നെ. വിഭക്തി, കാലം, പ്രകാരം, അനുപ്രയോഗം, ഗ്രാമറുകളുണ്ട്, ശൈലികളുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അവതാരണം, ആശയം സംഗ്രഹിക്കുക എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഭാഗങ്ങൾ ചോദിക്കാം. അതുപോലെ ഇംഗ്ലീഷ് തന്നിട്ട് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ചോദിക്കാം. പിന്നെ നമ്മുടെ ഫിസിക്സിൽ നിന്ന് 5 മാർക്കിന് യൂണിറ്റുകളും അളവുകളും, അതുപോലെ തന്നെ ചലന നിയമം, വൈദ്യുതോർജ്ജം, അങ്ങനെയുള്ള ഭാഗങ്ങൾ, ഊർജ്ജ സ്രോതസ്സുകളൊക്കെ. കെമിസ്ട്രി ലോഹങ്ങൾ, അലോഹങ്ങൾ,
മൂലകങ്ങൾ, ആസിഡുകൾ, ബേസുകൾ, ജലം, ലായനികൾ. നമ്മുടെ ബയോളജിയിലേക്ക് പോകുമ്പോൾ ജീവജാലവും ആവാസ വ്യവസ്ഥ, അതുപോലെ തന്നെ മണ്ണ്, വായു, ജലം, മനുഷ്യത്തിലെ അവയവ വ്യവസ്ഥ, രോഗങ്ങൾ, രോഗകാരികൾ, ബാക്ടീരിയ, അങ്ങനെ നമ്മുടെ വൈറ്റമിൻസും ഒക്കെ വരുന്നുണ്ട്. പിന്നെ കമ്പ്യൂട്ടർ ആണെങ്കിൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ 10 മാർക്കാണുള്ളത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം, വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ, സൈബർ നിയമങ്ങളും എല്ലാം വരും. ദെൻ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്ക് 15 മാർക്ക്. അപ്പോൾ ഇതിനകത്തിൽ ഓൾമോസ്റ്റ് പല ഭാഗങ്ങൾ നമ്മൾ കുറേ സ്ഥലത്തൊക്കെ കണ്ടിട്ടുള്ളത് തന്നെയാണ്. പുതിയതായിട്ട് എനിക്ക് തോന്നുന്നു സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 3 മാസത്തിനുള്ളിൽ എക്സാമും പെട്ടെന്ന് തന്നെ എക്സാം അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗുരുവായൂർ ദേവസ്വം ബോർഡ് എക്സാം നടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ 5 മാസത്തിനുള്ളിൽ നിയമനമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ആദ്യ റാങ്കുകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആദ്യം തന്നെ ജോലിയിലേക്കൊക്കെ പ്രവേശിക്കാം. നല്ലൊരു സപ്പോർട്ട് വേണമെങ്കിൽ നമ്മൾ അഡാ 24/7 മലയാളം ഇതിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നേരെ അഡാ 24/7 മലയാളം ഒന്ന് നോക്കാം. ഫസ്റ്റ് ലിങ്ക് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ലിങ്കാണ്. അപ്പോൾ ഇവിടെ ഞാൻ 11 ടെസ്റ്റ് സീരീസും 12 ഇ ബുക്കുകളും അതായത് നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ബൈ നൗ കൊടുക്കുക. ബൈ നൗ കൊടുക്കുമ്പോൾ ഡിസ്കൗണ്ട് കോഡ് Y362 Y362 എന്ന ഡിസ്കൗണ്ട് കോഡ് കൊടുത്ത് അപ്ലൈ ചെയ്യുക. ഫിൽ ഡീറ്റെയിൽസിൽ പേരും ഫോൺ നമ്പറും 3ാമത് പേയ്മെൻറ്റും കൊടുത്ത് കോഴ്സ് പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്തതിന് ശേഷം കോഴ്സ് കാണാനായിട്ട് നേരെ നിങ്ങൾ പ്ലേ സ്റ്റോറിലേക്ക് പോവുക. അവിടെ അഡാ 24/7 എക്സാം പ്രിപ്പറേഷൻ ടു സെലക്ഷൻ ഇത് ഇൻസ്റ്റാൾ ചെയ്യണം. ഇവിടെ സ്റ്റേറ്റ് എക്സാമിൽ 2ാമത് കേരളയുണ്ട്. കേരളയിലേക്ക് കയറുക. ഇവിടെ മൈ കോണ്ടൻറ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്ത കോഴ്സുണ്ട്. കോഴ്സ് പർച്ചേസ് ചെയ്തപ്പോൾ Y362 എന്ന ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിക്കുക. ഇവിടെ കമ്മ്യൂണിറ്റി പേജിൽ നമ്മുടെ YTയുടെ ഒക്കെ തന്നെ PDF നിങ്ങൾക്ക് കിട്ടും. സജിത മാം എന്നുള്ള കമ്മ്യൂണിറ്റി പേജ് ഫോളോ ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഓൾ.